ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാണ് രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോയിട്ട് നമ്മളെ പുഡിങ്ങിനൊക്കെ ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ആ പഞ്ചസാര ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യണേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇതേപോലെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. എന്നിട്ട് ആ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു പരിവാകുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തിക്കായി വരുന്ന രൂപത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കണം. ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരിവാകുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കോഴിമുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ റിങ് വെച്ച് കൊടുത്തിട്ട് നമ്മളെ പുഡിംഗ് സെറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അതേ ഒരു 10 to 15 മിനിറ്റ് വരെ നമ്മളിത് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നല്ലപോലെ നമ്മൾ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി നോക്കാം. അപ്പോൾ അതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള കാരമൽ കസ്റ്റർഡ് ബ്രെഡ് പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പക്ഷേ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.